ശിലേക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ആശ്വാസം തോന്നുന്നില്ലേ? തീർച്ചയായും. സങ്കീർത്തനങ്ങൾ 27ന്റെ ഈ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തികഞ്ഞ ഭയത്തിൽ നിന്ന് ഒരിക്കലും തകരാത്ത സമാധാനത്തിലേക്കും പ്രത്യാശയിലേക്കും ഒരു വ്യക്തി എങ്ങനെ മാറുന്നു എന്നതിന്റെ അതിശയിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു ഗംഭീര അനുഭവമായിരിക്കും, ഉറപ്പാണ്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. വളരെ നാടകീയമായൊരു ചോദ്യത്തോടെയാണ് ഈ ഭാഗം തുടങ്ങുന്നത് തന്നെ. ഞാൻ ആരെ ഭയപ്പെടണം? ഉത്കണ്ഠകൾക്കും ഭയത്തിനുമെതിരെയുള്ള മനുഷ്യന്റെ പോരാട്ടത്തെ മുഴുവൻ ഈ ഒരൊറ്റ ചോദ്യം പ്രതിനിധീകരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തികഞ്ഞ നിസ്സഹായതയോടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ? എന്നാൽ ഈ വലിയ ചോദ്യത്തിന് കിട്ടുന്ന മറുപടിയോ വളരെ ലളിതമാണ്, അത്ര തന്നെ ശക്തവും. കർത്താവെന്റെ പ്രകാശവും രക്ഷയുമാണ്. ദൈവികമായ പ്രകാശം ഏതുവിധത്തിലുള്ള ഭയത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എന്നതാണ് ഇതിന്റെ കാതൽ. ഞാൻ ആരെ പേടിക്കണം എന്ന ചോദ്യത്തിന് പ്രകാശം എന്നെ നയിക്കുമ്പോൾ എനിക്ക് യാതൊരു ഭയവുമില്ല എന്നതിലും മികച്ചൊരുത്തരം വേറെയുണ്ടോ? ഇരുളിലാണല്ലോ നമുക്ക് ഭയമുള്ളത്, പ്രകാശത്തിലല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഭാഗം ഇതാണ്: ഭയമില്ലാത്ത വിശ്വാസം. ഈ ഭാഗത്ത് വളരെ രസകരമായൊരു കാര്യമുണ്ട്. ശത്രുക്കളും എതിരാളികളും വ്യാജ ആരോപണങ്ങളുമായി നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ തന്നെ കാലിടറി വീഴും. അതായത് നമ്മുടെ ശത്രുക്കളുടെ അനിവാര്യമായ പതനമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ പ്രതിരോധം നമ്മളല്ല, മറിച്ച് നമ്മെ കാക്കുന്ന ശക്തിയാണെന്ന് ഇത് ഉറപ്പിച്ചു പറയുന്നു. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയില്ല. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ സൈന്യം തന്നെ ചുറ്റും വളഞ്ഞാലും യാതൊരു കുലുക്കവുമില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രതിരോധം. എന്ത് ബാഹ്യസമ്മർദ്ദങ്ങളുണ്ടായാലും ആ ആന്തരിക സമാധാനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഈയൊരു വലിയ ആത്മവിശ്വാസം നമ്മളെ അടുത്ത ഭാഗത്തേക്ക് നയിക്കുകയാണ്. അതാണ് ദേവാലയത്തിലെ അഭയം. ഇത്രയൊക്കെ പ്രശ്നങ്ങളും ബഹളങ്ങളും ചുറ്റും നടക്കുമ്പോഴും ഈ രചയിതാവ് ആവശ്യപ്പെടുന്ന ഒരേയൊരു കാര്യമുണ്ട്. ആ ഒരൊറ്റ കാര്യം എന്താണെന്നറിയാമോ? നമ്മളതിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ആലയത്തിൽ വസിക്കുക, ആ മാധുര്യം ആസ്വദിക്കുക, അവിടുത്തെ ഹിതമന്വേഷിക്കുക. വേറെ ഒരു സുരക്ഷാമാർഗവും അദ്ദേഹം അന്വേഷിക്കുന്നില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? ഒരു വശത്ത് പുറത്ത് വലിയ ആയുധങ്ങളുമായി പാളയമടിക്കുന്ന സൈന്യം, മറുവശത്തോ ദൈവത്തിന്റെ കൂടാരത്തിനുള്ളിലെ ശാന്തമായ അന്തരീക്ഷം. പുറത്തു വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോഴും ഉള്ളിൽ തികഞ്ഞ നിശബ്ദതയും സുരക്ഷിതത്വവുമാണ്. ക്ലേശകാലത്ത് അവിടുന്ന് നമ്മെ ഏറ്റവും സുരക്ഷിതമായ പാറമേൽ നിർത്തുന്നു. ഇത്രയും സുരക്ഷിതമായ ഒരിടം കിട്ടിയാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ശത്രുക്കളുടെ മുൻപിൽ കേവലം ഒരു നിശബ്ദതയല്ല അവിടെ കാണുന്നത്, മറിച്ച് തലയുയർത്തി പിടിച്ച് വലിയ വാദ്യഘോഷങ്ങളോടെയുള്ള ഒരു ആഘോഷവും ബലിയർപ്പണവുമാണ് അവിടെ നടക്കുന്നത്. ഭയത്തിന്റെ സ്ഥാനത്ത് വലിയൊരു ആഹ്ലാദം തന്നെ ഇവിടെ രൂപപ്പെടുന്നു. എന്നാൽ കാര്യങ്ങൾ എപ്പോഴും ഒരുപോലെയല്ലല്ലോ. അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ഭാഗം വരുന്നത്: കരുണയ്ക്കായുള്ള യാചന. മനുഷ്യന്റെ മനസ്സ് വല്ലാത്തൊരു കടലാണല്ലേ. നേരത്തെ നമ്മൾ കണ്ട ആ വലിയ ധൈര്യമൊക്കെ പെട്ടെന്ന് മാറുകയാണ്. വളരെ അടിയന്തരമായ സങ്കടം നിറഞ്ഞൊരു നിലവിളിയാണിത്. ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ കാരുണ്യപൂർവ്വം ഉത്തരം നൽകണമെന്ന് പറയുകയാണ്. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും തീവ്രമായ ആവശ്യത്തിന്റെയും ബലഹീനതയുടെയും നിമിഷങ്ങൾ അവർക്കുമുണ്ടാകുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. ഈ വരികൾ കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. പുറത്തെ ബഹളങ്ങൾക്കിടയിലും ഹൃദയത്തിൽ നിന്നുള്ള നേരിയൊരു മന്ത്രിക്കൽ. ദൈവത്തിന്റെ മുഖം തേടാനുള്ള ആഗ്രഹത്തോടെ ഒരു മനുഷ്യന്റെ ഹൃദയം പ്രതികരിക്കുന്ന ഏറ്റവും ആഴത്തിലുള്ളതും വ്യക്തിപരവുമായ തലമാണിത്. ഈ അപേക്ഷകൾ കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിലെ വലിയ പരിഭ്രാന്തി നമുക്ക് മനസ്സിലാകും. മുഖം മറയ്ക്കരുതേ, കോപത്തോടെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് തുടർച്ചയായി അപേക്ഷിക്കുകയാണ്. എനിക്ക് മറ്റാരുമില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥനകൾ പുറത്തുവരുന്നത്. ഇനി നമ്മൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആ അവസ്ഥയിലേക്ക് വരികയാണ്: ഒറ്റപ്പെടൽ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. സ്വന്തം മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ചേക്കാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ലോകം മുഴുവൻ കൈവിട്ടാലും ദൈവം ചേർത്തുപിടിക്കും എന്ന ആ വലിയ വാഗ്ദാനമാണിത്. അങ്ങനെ സ്വന്തം സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം ഈ യാത്ര അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്: പ്രത്യാശയോടെ കാത്തിരിപ്പ്. ചുറ്റും ക്രൂരരായ ശത്രുക്കളും കള്ളസാക്ഷികളുമാണ് ഉള്ളതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സുരക്ഷിതമായൊരു വഴി കാണിച്ചു തരാൻ ഇവിടെ പ്രായോഗികമായി ആവശ്യപ്പെടുകയാണ്. ഭയത്തെ നേരിടാനും ധൈര്യമായി മുന്നോട്ടു നടക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പായി ഇതിനെ കാണാം. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, എപ്പോഴോ സംഭവിക്കുന്നൊരു കാര്യത്തിലല്ല, മറിച്ച് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ദേശത്ത് വെച്ച് തന്നെ ദൈവത്തിന് നന്മ അനുഭവിക്കാൻ കഴിയുമെന്ന
അചഞ്ചലമായ വിശ്വാസം. അതാണ് അവർക്ക് മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലിയ ഊർജം നൽകുന്നത്. ശരി, നമുക്ക് ഈ പഠനത്തിന്റെ അവസാനത്തേതും എന്നാൽ വളരെ പ്രായോഗികവുമായ ഒരു സന്ദേശത്തിലേക്ക് വരാം. ഭയത്തെ എങ്ങനെ നേരിടാമെന്നതിന്റെ 3 പടികളാണിത്. 1. കർത്താവിൽ പൂർണ്ണമായും പ്രത്യാശയർപ്പിക്കുക. 2. ചുറ്റും എന്ത് നടന്നാലും ദുർബലരാകാതെ ധൈര്യമായിരിക്കുക. 3. കർത്താവിനുവേണ്ടി കാത്തിരിക്കുക. ഇതൊരു വെറും പ്രാർത്ഥനയല്ല, പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ജീവിതശൈലി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ വിശദീകരണത്തിന്റെ അവസാനത്തിലെത്തി നിൽക്കുകയാണ്. പോകുന്നതിന് മുൻപ് വലിയൊരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ വിടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിന്റെ നിമിഷങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ഏത് കൂടാരത്തിലാണ് ഓടിയൊളിക്കുന്നത്? ആ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ വെളിച്ചത്തിനായി കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈയൊരു ചിന്തയോടെ ഇന്നത്തെ ഈ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം.